ഇന്ന് പൂരാടം. ഓണം വരാനൊരു മൂലം വേണം എന്നൊക്കെ പറയുമെങ്കിലും ഈ പൂരാടം മുതലാണ് ശരിക്കും ഓണത്തിൻ്റെ ആ തിരക്ക് തുടങ്ങുന്നത്. കാരണം അന്നാണ് നമ്മൾ വറക്കലും പൊരിക്കലും ഒക്കെ തുടങ്ങുന്നത്. അതായത് ഉപ്പേരി അത് കായ അത് നാലായിട്ട് കീറി വറക്കുക, അതിന് നാലുപ്പേരി എന്നാണ് പറയുന്നത്. പിന്നെ ശർക്കര വരട്ടി, പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കൂട്ടുപൊട്ടയ്ക്ക എന്ന് പറയും, അഥവാ ചീട, അതുണ്ടാക്കണം. പിന്നെ മിക്ക വീടുകളിലും ചേനയും വറക്കും. പറമ്പിൽ ചേന കാണുമല്ലോ, അപ്പോൾ അത് പറിക്കുമ്പം അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് ചേനയും വറക്കും. ഇതൊക്കെ വറക്കണം. അത് തന്നെയല്ല, അന്ന് ഏറ്റവും രസകരമായ ഒരു അന്ന് മിക്ക വീടുകളിലും വൈകുന്നേരം ചോറിന് ഈ ഏത്തക്കായുടെ തൊണ്ട് തോരനായിരിക്കും. വളരെ രുചികരമാണ് കേട്ടോ. അത് ഒരു ശകലം ചെറുപയറും കൂടി ഇട്ടിട്ടങ്ങ് വെച്ചാലുണ്ടല്ലോ, സൂപ്പർ തോരനാണ്. അങ്ങനെ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഉത്രാടത്തിൻ്റെ ഒന്ന് കോടി കൊടുക്കണേ. അപ്പം പൂരാടത്തിന് എന്തെങ്കിലും വാങ്ങിച്ചാലല്ലേ ഉത്രാടത്തിന് കോടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ തുണിക്കടയിൽ പോകാനുള്ള തിരക്ക്, വാങ്ങിക്കൽ, അങ്ങനെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ. കാരണം കുടുംബത്തിലെ ആബാലവൃദ്ധം അംഗങ്ങളും വന്ന് തിരക്കാണ്. രാവിലെ ആണെങ്കിലും പൂവിടണം. അത് 2 ദിവസം കൂടിയുള്ളൂ. പൂരാട ഉത്രാടം 2 ദിവസമുള്ളൂ. അപ്പോൾ ഏറ്റവും കളർഫുള്ളായിട്ട് ഏറ്റവും നല്ല രീതിയിലൊക്കെ ഇടണം. അപ്പം അതിന് രാവിലെ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വരണം. വാങ്ങിക്കുന്ന പതിവൊന്നുമില്ല പണ്ടൊന്നും. ഇതെല്ലാം കൊണ്ടുവന്ന് ഇട്ട് ഏകദേശം ഉച്ചയാകും ഇത് കഴിയുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും അമ്മ വീട്ടിൽ ഇതൊക്കെ ഒരുക്കിയിരിക്കും, ഭക്ഷണമൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഓണക്കോടി എടുക്കാൻ പോവുക വൈകുന്നേരം. ഇങ്ങനെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു പൂരാടം പൊരിച്ചിലിൻ്റെ ദിവസം തന്നെയാണ്.